നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ ഈ ഗ്രഹണി പിടിച്ച പിള്ളേരുടെ പോലെയെന്നാ ആചാര്യന്മാർ പറയുക. എപ്പോഴും എന്തെങ്കിലും ഇങ്ങനെ തിന്നോണ്ടിരിക്കണം. നമ്മുടെ മനസ്സിനെ ഒന്ന് ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റുമോ? ഒന്നും ചിന്തിക്കാണ്ടിരിക്കാൻ പറ്റില്ല. പണ്ടൊരു ആചാര്യൻ്റെ അടുത്ത് നിന്ന് ഒരാൾ കുസൃതി ചോദ്യം ചോദിച്ചു. പെട്ടെന്ന് മോക്ഷം കിട്ടാൻ എന്താ മാർഗം എന്ന് ചോദിച്ചു. പെട്ടെന്ന് മോക്ഷം കിട്ടാൻ എന്താ മാർഗം എന്ന് ചോദിച്ചപ്പോൾ കുസൃതി ചോദ്യമാണെന്ന് മനസ്സിലായി. എടുത്ത വഴിക്ക് ആചാര്യം പറഞ്ഞു, കുരങ്ങനെ ചിന്തിക്കാണ്ടിരുന്നാൽ മതി എന്ന്. പിന്നെ അവൻ്റെ മനസ്സിൽ നിന്ന് കുരങ്ങൻ പോവുമോ? ഇനി മറന്നാൽ തന്നെ ആ തിരുമേനി എന്തിനെയോ കുറിച്ച് പറഞ്ഞല്ലോ ഓർക്കരുതെന്ന് എന്തിനാ ഓർത്തുണ്ടാക്കും അല്ലേ? ഇതാ മനസ്സിൻ്റെ സ്വഭാവം. എന്താണോ ചെയ്യണ്ടെന്ന് പറഞ്ഞത് അതാണ് നേരെ തിരിച്ച. നമ്മൾ കെമിസ്ട്രിക്കാർ പറയും ലേഷാറ്റ്ലർ പ്രിൻസിപ്പിൾ എന്ന്. ഒരു സിസ്റ്റം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തോ അതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റായിട്ട് റിയാക്ട് ചെയ്യും. ഈ ലേഷാറ്റ്ലർ തിയറിയിലുള്ള ആ ഈക്വിലിബ്രിയം. റിയാക്റ്റൻസ് കൂടിയാൽ പ്രോഡക്ട്സ് കൂടും, പ്രോഡക്ട്സ് കൂട്ടിയാൽ റിയാക്ഷൻസ് കൂടും. രസകരമായിട്ടുള്ളൊരു റിലേഷനാണ് കെമിസ്ട്രിക്കാർ പറയുക, ലേഷാറ്റ്ലർ തിയറി എന്ന് പറയും. എന്നതുപോലെയാണ് നമ്മുടെ മനസ്സ്. എന്ത് വേണ്ടാന്ന് വിചാരിച്ചോ മറക്കണം 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 എന്ന് മറക്കണം എന്ന് വിചാരിച്ചാൽ അതിങ്ങനെ തെളിഞ്ഞിങ്ങനെ വരും. ഓർക്കണം 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 എന്ന് വിചാരിച്ചാൽ അത് മറന്നു പോവുകയും ചെയ്യും. ഇത് മനസ്സിൻ്റെ ഒരു സ്വഭാവമാണ്. അപ്പോൾ ആ മനസ്സിനെ എങ്ങനെ നിയന്ത്രിക്കാൻ പറ്റും, എങ്ങനെ ശുദ്ധമാക്കാൻ പറ്റും? ഉപരുന്ധേ ഭക്തിയോഗസ്തു സക്തിം. ഭക്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഇങ്ങനെ ചർവണം ചെയ്തുകൊണ്ടിരിക്കണം, എന്തെങ്കിലും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണെങ്കിൽ അത് ആ ആസക്തി ഭഗവാനോടാവുക. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും കിട്ടണം എന്നുള്ള ആസക്തി ഉണ്ടാവും. ആ ആസക്തി ഒട്ടൽ ഭഗവാനോടാവണം. നമ്മുടെ വീടിൻ്റെ കട്ടളയമ്മ നമ്മൾ ഒട്ടിച്ചു വെക്കാറില്ലേ? ശ്രീ ഗുരുവായൂരപ്പൻ ഈ ഗൃഹത്തിൻ്റെ ഐശ്വര്യം. ഇതുപോലെ മനസ്സാകുന്ന സ്റ്റിക്കർ ഭഗവാന്റെ പാദത്തിൽ ഒട്ടിക്കൂ. ഇതാ കപിലവാസുദേവൻ പറഞ്ഞത്. ആ മനസ്സിനെ ഭക്തിയോഗം കൊണ്ട്. എന്താ ഭക്തി? ഭഗവാനോടുള്ള ആസക്തി. നമ്മുടെ ആസക്തിയുള്ള മനസ്സ് ഭഗവാനിൽ സമർപ്പിക്കുക. അതിനാ ഭക്തി എന്ന് പറയുക. ഭഗവാനോടുള്ള ആസക്തി, ഭക്തി. ആ രണ്ട് വാക്കിൻ്റെ ആദ്യത്തെ അവസാനത്തെ അക്ഷരം എടുത്താൽ മതി. ഭഗവാനോടുള്ള ഭ എന്നാ തുടക്കം, ആസക്തി ഇക്കതി എന്നാ അവസാനിക്കുക. ഇപ്പോൾ രണ്ടും ചേർത്താൽ ഭക്തി എന്നായി. ഭഗവാനോടുള്ള ആസക്തി, ഭക്തി. ആ ഭഗവാൻ ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ല. പ്രഷറില്ല, ഷുഗറില്ല, കൊളസ്ട്രോൾ ഇല്ല, ടെൻഷനില്ല, ഭയമില്ല, സന്തോഷമില്ല, സന്താപമില്ല, ഒന്നുമില്ല. അപ്പോൾ സകല ഭയത്തിൽ നിന്നും നമുക്ക് മുക്തി കിട്ടും. ഭഗവാൻ ഉള്ളിലുള്ളപ്പോൾ പിന്നെ എന്തിനാ പേടിക്കണേ? പ്രഹ്ലാദൻ ഹിരണ്യകശിപുവോട് ചോദിച്ച പോലെ ഭയം ഭയാനാമപഹാരിണി സ്ഥിതേ മനസ്യനന്തേ മമ കുത്ര തിഷ്ഠതി എന്ന്. സകല ഭയങ്ങളെയും ഇല്ലാതാക്കുന്ന അഭയവരതനായിരിക്കുന്ന ഗുരുവായൂരപ്പൻ എൻ്റെ ഉള്ളിലുള്ളപ്പോൾ ഞാൻ എന്തിനാ അച്ഛാ പേടിക്കണേന്നാണ് ചോദിച്ചത്. അപ്പോൾ ഗുരുവായൂരപ്പൻ ഉണ്ടെങ്കിൽ പിന്നെ ഭയമുണ്ടാവില്ല. ഭയത്തിൽ നിന്ന് മുക്തി. അതിൻ്റെ ആദ്യത്തെ അവസാനത്തെ അക്ഷരങ്ങൾ എടുത്തു നോക്കൂ. ഭയത്തിൽ നിന്ന് ഭ എന്നാ തുടക്കം, മുക്തി എന്നുള്ളത് കൃതി എന്ന അവസാനം. അപ്പോൾ ഭഗവാനിലുള്ള ആസക്തി എന്നോ ഭയത്തിൽ നിന്നുള്ള മുക്തി എന്നോ രണ്ടും പറയാം ഭക്തിക്ക്. അങ്ങനെ എന്തും ഭഗവതർപ്പണമായിട്ട് ചെയ്യാവുന്ന അവസ്ഥയ്ക്കാണ് ഭക്തി എന്ന് പറയുക. ആ ഭക്തി കൊണ്ടേ മനസ്സ് ശുദ്ധമാവുള്ളൂ. അപ്പോൾ ഒരു മനുഷ്യന് വേണ്ടത് ബ്രഹ്മാനന്ദം അഥവാ ശ്രേയസ്സാണ്. നമ്പർ 1. അതിന് സുഖദുഃഖങ്ങളില്ലാതാവണം. നമ്പർ 2. അതിന് ആ സംവേദനങ്ങളെ കൊണ്ടുവരുന്ന ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണം. നമ്പർ 3. ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സുകൊണ്ട് നിയന്ത്രിക്കണം. നമ്പർ 4. അതിന് ആ മനസ്സ് ശുദ്ധമാവണം അഥവാ നിർവികാരമാവണം. നമ്പർ 5. അങ്ങനെ മനസ്സിനെ നിർവികാരമാക്കാൻ എന്താ ചെയ്യേണ്ടത്? ഭക്തി ഉണ്ടാവണം. മനസ്സിനെ നിയന്ത്രിക്കണമെങ്കിൽ മനസ്സ് ശുദ്ധമാവണം. മനസ്സ് ശുദ്ധമാവണമെങ്കിൽ മനസ്സ് നിർവികാരമാവണം. മനസ്സ് നിർവികാരമാവണമെങ്കിൽ ഭക്തി കൊണ്ട് മാത്രമേ മനസ്സ് നിർവികാരമാവുള്ളൂ, ശുദ്ധമാവുള്ളൂ. ഈ ഭക്തി എങ്ങനെ കിട്ടും? 500 നോട്ടും കൈ പിടിച്ചുകൊണ്ട് റെയിൽവേ സ്റ്റേഷനിലോ എയർപോർട്ടിലോ ബസ് സ്റ്റാൻഡിലോ മീൻചന്തയിലോ പോയാൽ കിട്ടുന്ന സാധനമല്ല. പിന്നെ എവിടുന്ന് ഭക്തി കിട്ടും? ആ സജ്ജന സംസർഗത്തിലൂടെ മാത്രമേ അമ്മേ ഭക്തി കിട്ടുള്ളൂ. എൻ്റെ കഥകൾ നിരന്തരമായിട്ട് പറയുന്നത് ആ സജ്ജനങ്ങളുമായിട്ടുള്ള സമ്പർക്കം കൊണ്ട് മുല്ലപ്പൂമ്പടി ഏറ്റുകിടക്കും കല്ലിനുമുണ്ടാം ഒരു സൗരഭ്യം എന്ന രീതിയിൽ ആ സജ്ജനങ്ങളുമായിട്ട്
സമ്പർക്കം ഉണ്ടാകുന്നതായ അവസരത്തിലാണ് ഭക്തി ഉണ്ടാവുക. കഴിഞ്ഞ ദിവസം പറഞ്ഞില്ലേ, വൃന്ദാവനത്തിൽ ചെല്ലുമ്പോൾ നമ്മുടെ മുഖത്ത് നിന്നും രാധേ 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 എന്ന് പറയും. എന്താ കാരണം? വൃന്ദാവനത്തിലെ സകല സജ്ജനങ്ങളുടെ മുഖത്തുനിന്ന് വരുന്നത് രാധേ എന്നുള്ള പദമാണ്. അപ്പോൾ അവിടെ ചെന്നാൽ നമ്മൾ രാധേ എന്ന് പറയും. അങ്ങനെയുള്ളവരാണ് സജ്ജനങ്ങൾ. അപ്പോൾ സജ്ജനങ്ങളുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് ഭക്തി ഉണ്ടാവണു. ആരാണ് സജ്ജനം? ഈ സജ്ജനങ്ങളുടെ ലക്ഷണം എന്താ? ബസ്സിൻ്റെ ബോർഡ് എഴുതി വെച്ചേക്കണല്ലേ, ബോർഡൊന്നും എഴുതി വെച്ചിട്ടുണ്ടാവില്ല നെറ്റീത്ത്. ഭസ്മക്കുറി, ചന്ദനക്കുറി, കുങ്കുമപ്പൊട്ട്, രുദ്രാക്ഷമാല, കാവ്യവസ്ത്രം, ഇതൊന്നുമല്ല. ഇതൊക്കെ ബാഹ്യമായിട്ടുള്ള രൂപങ്ങളാണ്. വാസ്തവത്തിൽ യഥാർത്ഥമായിട്ടുള്ള സജ്ജനത്തിൻ്റെ ലക്ഷണം എന്താ? ഭഗവാൻ പറഞ്ഞു, മയി അനന്യേന ഭാവേന ഭക്തിം കുറുവന്തി യേ ദൃഢാം. മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ തന്നെ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരെയാണ് സജ്ജനങ്ങളെന്ന് പറയുക. നമുക്ക് ഗുരുവായൂരപ്പനെ എത്ര സമയം ചിന്തിക്കാൻ പറ്റും? മണിക്കൂർ ചോദിക്കണില്ല കേട്ടോ, ഞാൻ മിനിറ്റ് ചോദിക്കണില്ല, എത്ര സെക്കൻഡ് പറ്റും? ഇപ്പോൾ ഇവിടെ ഇരുന്ന് കാവലം കേൾക്കുമ്പോൾ തന്നെ വീട്ടിലെന്തൊക്കെയാണ് വൈകുന്നേരം ചെയ്യേണ്ടതെന്ന് ആലോചിക്കുക. 4 മണിക്ക് ഇവിടെ നിന്ന് ഓടിയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുക, ഏതൊക്കെ ബസ്സാണ് കിട്ടുക, എപ്പോഴാണ് എത്തുക, വാഷിംഗ് മെഷീനിൽ കിടക്കുന്നുണ്ടോ, അടിച്ചു വാരുണ്ടോ, ഇതൊക്കെയല്ലേ നമ്മൾ ചിന്തിക്കുക. എന്നാൽ നിങ്ങൾ വീട്ടിലെ കാര്യം ചിന്തിക്കൂ, അപ്പോൾ കുട്ടികളുടെ കാര്യം ചിന്തിക്കും. എന്നാൽ നിങ്ങൾ കുട്ടികളുടെ കാര്യം ചിന്തിക്കൂ, അപ്പോൾ ഓഫീസിലെ കാര്യം ചിന്തിക്കും. ഒരു കൊമ്പിൽ നിന്ന് വേറൊരു കൊമ്പിലേക്ക് ചാടി 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 പോകുന്ന ഒരു കുരങ്ങനെ പോലെയാണ് നമ്മുടെ മനസ്സ്. സ്ഥിരമായിട്ടൊരു സ്ഥലത്ത് നിൽക്കില്ല. പക്ഷേ ഇതുപോലെ ചിന്തിക്കുന്നതായ കുറേ ആൾക്കാരുണ്ട്. ആരാ? ഗോപികമാർ. അനന്യമായ ഭക്തിയോട് കൂടിയിട്ട് മയി അനന്യേന ഭാവേന, മറ്റൊന്നും ചിന്തിക്കാതെ നമുക്ക് ഗുരുവായൂരപ്പനെ സ്മരിക്കാനാ വിഷമം, ഗോപികമാർക്ക് ഭഗവാനെ വിസ്മരിക്കാനാ വിഷമം. കഥം എങ്ങനെയാണ് ഞാൻ വിസ്മരിക്കുക? എങ്ങനെ ഞങ്ങൾ മറക്കുന്നു ദൈവമേ മംഗലരൂപ മധുരിപോ മാധവ. അവർ കരച്ചിലിനിടയ്ക്ക് അതേ പറയാം, ആ കണ്ണനെ മറക്കണമെന്ന് വിചാരിച്ചാൽ പോലും ഞങ്ങൾക്ക് പറ്റണില്ല എന്നാ. അതാണ് ആ ഗോപികമാരുടെ ഭക്തി. എല്ലാ സപ്താഹവേദികളും ഞാൻ പറയാറുണ്ട്, ഹരിർഹി സാധ്യതേ ഭക്തിയാ പ്രമാണം തത്ര ഗോപിക. ശ്രീകൃഷ്ണ ഭക്തിയിലെ മകുട ഉദാഹരണങ്ങൾ ഗോപികമാരാ. ആ ഗോപികമാരുടെ ഭക്തി അറിയണോ? ദശമസ്കന്ധത്തിലെ 44-ാമത്തെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകം, കംസനെ കൊല്ലുന്ന ആ കംസവധത്തിൻ്റെ അധ്യായത്തിൽ 15-ാമത്തെ ശ്ലോകമുണ്ട്. യാദോഹനെ വഹനനെ മഥനോ പലേ പപ്രഘംഘനാർഭരുതി തോക്ഷണമാർജനാദൗ ഗായന്തി ചൈനമനുരക്തധി അശ്രുകണ്ഠ്യോ ധന്യ പ്രജസ്ത്രീയ ഉരുക്രമചിത്തയാന. പറ്റുമെങ്കിൽ ഗൃഹത്തിൽ പോയിട്ട് ആ ശ്ലോകം കാണാണ്ട് പഠിക്കുക. ഗോപികമാരുടെ ഭക്തി എന്താണ് എന്ന്